മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. നമ്മൾ ഉറങ്ങുമ്പോൾ തലച്ചോറിലെ പീനിയൽ ഗ്ലാൻഡ് എന്ന ഓർഗൻ പാർട്ട് മെലറ്റോണിൻ എന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും. അതായത് മെലറ്റോണിൻ എന്ന ഈ ഹോർമോൺ മൂലമാണ് നമുക്ക് ഉറങ്ങാൻ സാധിക്കുന്നത്. എന്നാൽ ഈ പീനൽ ഗ്ലാൻഡിന് ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഈ പീനൽ ഗ്ലാൻഡിലേക്ക് പ്രോപ്പർ പ്രൊപ്പോർഷനിലുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ് സപ്ലൈ ചെയ്യണം. ഇങ്ങനെ പ്രോപ്പർ പ്രൊപ്പോർഷനിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് ലഭിച്ചാൽ മാത്രമേ പീനൽ ഗ്ലാൻഡ് മെലറ്റോണിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. തുടർന്ന് നമുക്ക് 8 മണിക്കൂർ വളരെ ആഴത്തിൽ ഉറങ്ങാൻ സാധിക്കുന്നു. പെനിയൽ ഗ്ലാൻഡിന് ശരിയായ അനുപാതത്തിൽ രക്തം ലഭിക്കുന്നില്ലെങ്കിൽ പ്രോപ്പർ പ്രൊപ്പോർഷനിൽ പെനിയൽ ഗ്ലാൻഡിന് മെലറ്റോണിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയില്ല. ഇത് നമ്മുടെ ഉറക്കത്തിന്റെ ദൈർഘ്യം 2 മുതൽ 3 മണിക്കൂർ വരെ കുറയ്ക്കും. ഒരു സാധാരണ ഹ്യൂമൻ ബോഡിക്ക് മാക്സിമം ആയാലും മിനിമം ആയാലും 8 മണിക്കൂർ ഉറക്കം വളരെ അത്യാവശ്യമാണ്. ബയോമാഗ്നറ്റിസം നമ്മുടെ ശരീരം സന്തുലിതമാക്കാൻ സഹായിക്കുന്നു. നിങ്ങൾ കൂടുതൽ നേരം ഉറങ്ങിയാലും ഒരു രോഗിയാണ്, കുറച്ചു നേരം ഉറങ്ങിയാലും ഒരു രോഗിയാണ്. ബയോമാഗ്നറ്റിസം നമ്മുടെ ശരീരത്തെ ടോപ്പ് ടു ബോട്ടം ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നു. കാരണം ഇത് ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ ഓക്സിജൻ വർദ്ധിക്കുന്നു, നമ്മുടെ ശരീരം സന്തുലിതമാകുന്നു, ബ്ലഡ് സെൽസ് ആരോഗ്യമുള്ളതാകുന്നു. പ്രകൃതി നമ്മുടെ ശരീരത്തിന് സ്വയമായി സുഖപ്പെടുത്താനുള്ള ഒരു കഴിവ് നൽകിയിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ എന്റെ കയ്യിൽ ഒരു മുറിവുണ്ടായാൽ, എന്റെ കാറിൽ ഒരു സ്ക്രാച്ച് ഉണ്ടായാൽ, ഇതിൽ ഏതാണ് 3 മാസം കഴിഞ്ഞാൽ നിലനിൽക്കുക? എന്റെ കയ്യിലുണ്ടായ മുറിവ് ഏത് കയ്യിലാണ് ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം സുഖപ്പെട്ടിരിക്കും. എന്നാൽ കാറിന് സെൽഫ് ഹീലിംഗ് കപ്പാസിറ്റി ഇല്ല. നമ്മുടെ ഈ